ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. L663 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ കോഡ് നെയിം വരുന്നുള്ളത്. 1948 തൊട്ട് നമ്മുടെ നിരത്തുകളുള്ള ഒരു ബ്രിട്ടീഷ് ലെഗസിയാണ്. ഇറ്റ്സ് ആക്ച്വലി ലക്ഷറി 4x4 SUV, ഓഫ് റോഡർ SUV വിച്ച് ഈസ് 4x4. ഇപ്പോൾ ഇത് ഓൺ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മുടെ JLR ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പാണ് ഏറ്റെടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ JLR ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിൽ. ഈവൻ റേഞ്ച് റോവറിൽ നിന്നും അതേമാതിരി ജാഗുറിൽ നിന്നൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ടാറ്റയുടെ വാഹനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. പല ലുക്കുകളും പിന്നെ ഇന്ത്യൻ ഡിസൈൻസ് പല കാര്യങ്ങളുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഓട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 19 സെപ്റ്റംബർ 10 ഈ ഒരു ഡിഫൻഡർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 3 വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. അതായത് P90 3 ഡോറ്, പിന്നെ P110 ഷോർട്ട് വീൽ ബേസിലുള്ള ഒരു 7 സീറ്ററാണ്. പിന്നെ P130 വരുന്നുണ്ട്. അത് ലോങ് വീൽ ബേസാണ് വിത്ത് 7 സീറ്റർ. ആക്ച്വലി നമുക്കത് 5 സീറ്ററിലും 7 സീറ്ററിലും നമുക്ക് അവൈലബിൾ ആണ്. ആക്ച്വലി ഈ ഒരു വാഹനം വരുന്നത് ഫ്രണ്ട് എഞ്ചിൻ 4 വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ യൂണിബോഡി ചേസസ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി റോള് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ. പക്ഷെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും നിലവിൽ ഞാൻ വീഡിയോയിലായിട്ടും പലതിലും വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഈ ഒരു ഡിഫൻഡറിനെ കുറിച്ച് വന്നിട്ടില്ല. ആൻഡ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക കർവിങ് റേഷ്യോ ഉള്ളത് ഈ ഒരു വാഹനത്തിലാണ്. വാഹനം നമുക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. സോ P90 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 4.32 to 4.5 ആണ്. P110 നോക്കേണ്ടത് 4.75 to 5 മീറ്ററാണ് P110 ലെങ്ത്ത് വരുന്നത്. ഇനി P130 വരുന്നുണ്ട്. അത് 5.17 മീറ്റർ തൊട്ട് 5.3 മീറ്റർ വരെയാണ് P130 ലെങ്ത്ത് വരുന്നത്. അതായത് ലോങ് വീൽ ബേസ് ആണ്, അത്രത്തോളം ഉണ്ട്. വാഹനത്തിൻ്റെ വീതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീതി വരുന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത്ര ചെറുതായിട്ട് തോന്നെങ്കിലും അടുത്ത് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ വീതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് വരുന്നത് ഇതൊന്ന് കാണുന്നുണ്ടാവും. ഞാനും ഈ വണ്ടി തമ്മിൽ ഹൈറ്റ് എത്രയാണുള്ളത്. ആക്ച്വലി ഈ വണ്ടിയുടെ ഹൈറ്റ് 2 മീറ്ററാണ്. നമ്മുടെ വീതിയുടെ അതേ ഹൈറ്റാണ് നമുക്ക് ഈ ഒരു വാഹനം ഉള്ളത്. അത്രത്തോളം ഹൈറ്റിലാണ്. ആൻഡ് ആ ഹൈറ്റ് കാരണം നമുക്കിത് 90 സെൻറ്റിമീറ്റർ, അതായത് ഏകദേശം 1 മീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു വാഹനം വള്ളത്തിൽ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഒരു ബോക്സി രൂപമാണ് എല്ലായിടത്തും ഉണ്ടെങ്കിലും ഈ ഒരു ലൈറ്റ്സിൽ മാത്രമേ നമുക്ക് റൗണ്ട് കാണുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഡിസൈൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല രസമുണ്ട് അത് കാണാൻ. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഇതൊരു ഡുവൽ ടോൺ കളറിലാണ് നമുക്ക് ഈ ഒരു വാഹനം ഉള്ളത്. ഒരു ചെറിയൊരു ലൈറ്റ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ചെറിയൊരു ബ്ലാക്ക് എലമെൻറ്റ് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അതിനിതാണ് ബോണറ്റിൽ കൊടുത്തിട്ടുണ്ട്. വലിയൊരു മസിലോട് കൂടിയ വലിയ മസിൽഡ് ബോണറ്റാണ്. അതിൽ ഡിഫൻഡർ എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ലൈറ്റ്സ് ഇതാണ്. പിന്നെ വലിയ ഗ്രില്ലുകളൊന്നുമില്ല, ചെറിയൊരു അലൂമിനിയം ഫിനിഷിൽ ഒരു ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലാൻഡ് റോവർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു എയർ ഡ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ചെറിയൊരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിലേക്ക് എന്തോ പോകുന്നുണ്ട്. അങ്ങനത്തെ ചെറിയ എലമെൻറ്റുകളൊക്കെ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ചെറിയ എലമെൻറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രില്ലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇനി സൈഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീല്. ആക്ച്വലി ഇത് 22 ഇഞ്ചാണ്. 285/45 22 ഇഞ്ച് വീലാണ്. അതിൽ ഒരു റെഡ് ബ്രേക്ക് കാലിപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. ഒരു 5 സ്പോക്ക് ആണ്. അതിൽ തന്നെ ഒരു ഡിഫൻഡർ എന്നുള്ളൊരു ബാഡ്ജ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലാൻഡ് റോവർ നൽകിയിട്ടുണ്ട്. ആൻഡ് എല്ലായിടത്തും നമ്മുടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു നൽകിയിട്ടുണ്ട്. ഡിഫൻഡർ, അതിലൊരു ചെറിയൊരു ഡിഫൻഡർ എന്നുള്ളൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആഡിങ് കാണാം. പിന്നെ നമ്മുടെ ഫൂട്ട് സ്റ്റെപ്പ്
ആക്ച്വലി ഇതൊരു നമ്മുടെ എക്സോസ്റ്റിൻ്റെ പൈപ്പ് പോകുന്നത് പോലെയാണ് തോന്നുന്നത്. ആൻഡ് അതും 2 പാർട്ടായിട്ടാണ് നൽകിയിട്ടുള്ളത്. സി ഇവിടെ ഡിഫൻഡർ എന്നുള്ളൊരു ബാഡ്ജിങ് അത് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബോഡി കളറിൽ ഡോർ ഹാൻഡ്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ മിറേഴ്സ്. അതിൽ തന്നെ ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ക്യാമറ നൽകിയിട്ടുണ്ട്. ഫുള്ള് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെയും ഒരു ഗ്രാബ് നമ്മുടെ ഒരു റെയിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലാൻഡ് റോവർ എന്നുള്ളൊരു ബാഡ്ജിങ് കൂടി ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാ വെന്റിലേറ്റഡ് ഗ്ലാസ്സുകളാണ് ആൻഡ് ഹീറ്റഡ് ഗ്ലാസ്സുകളാണ്. അതിൻ്റെ വരകളൊക്കെ നമുക്ക് കാണാം. ആൻഡ് ഇവിടെയും 285 45ൻ്റെ 22 ഇഞ്ചാണ് റിയറിൽ നൽകിയിട്ടുള്ളത്. ഇനി റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാ ഈ ഒരു ടെയിൽ ലാംപ്സുകളാണ്. സി ആ ഒരു റെഡിഷ് ഒരു ഇങ്ങനെ കിടക്കുന്നതാണെങ്കിലും ഒരു ഡിഫറെൻ്റ് ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ടെയിൽ ലൈറ്റ്സ്. ആൻഡ് ഇവിടെ ഇത് മെയിൻ ടെയിൽ ലൈറ്റ്സ്. ആൻഡ് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇതിൽ തന്നെയാണ്. ആൻഡ് ഇവിടെയാണ് റിഫ്ലക്ഷൻ നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെയും ആ ഒരു ലൈൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഡിഫൻഡർ P400 HSC നൽകിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ മോഡലാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇവിടെ അലൂമിനിയം ഫിനിഷിൽ ഒരു വലിയൊരു റെയിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് എക്സോസ് പൈപ്പ് ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് അവിടെയുണ്ട്. ആൻഡ് ഇവിടെ ലാൻഡ് റോവറിൻ്റെ ആ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് സ്പെയർ വീൽസ് നൽകിയിട്ടുള്ളത്. ഡിഫൻഡർ എന്നുള്ള ഒരു വലിയ ബാഡ്ജോട് കൂടിയ ഒരു കവറാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇത് തുറന്നു നോക്കുകയാണെങ്കിൽ റേഞ്ച് റോവർ തട്ടില്ലല്ലോ, ഇല്ല തട്ടില്ല. 786 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ആൻഡ് ഇവിടെയൊക്കെ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. നമുക്കിതാ ഉയർത്താനും താഴ്ത്താനുള്ളത് നൽകിയിട്ടുണ്ട്. ഇവിടെ സോക്കറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരുപാട് കൺട്രോൾ ചെയ്യാനുള്ളത്. ആൻഡ് ഇതാണ് ഒരു എന്താ പറയുക നമ്മുടെ ടോപ്പിൽ നല്ല ഒരു വിൻഡോ എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. തുറക്കാനൊന്നും കഴിയില്ല, പക്ഷേ ആ ഒരു എലമെൻറ്റ് ഐ മീൻ 7 സീറ്റ് ആവുമ്പോൾ ബാക്കിലിരിക്കുന്ന 3rd റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് അത് കൂടുതൽ ഉപകാരപ്പെടുക. ആൻഡ് ഇവിടെ AC വെൻസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ കിറ്റുകളാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് 7 സീറ്റർ ആണ്. യെസ്, 7 സീറ്റർ ആണ് ഈ ഒരു വാഹനം. പക്ഷെ അത് ഇങ്ങനെ തുറന്നു വെച്ചാൽ നമുക്ക് അത്രത്തോളം സ്പേസ് തീരെ ഉണ്ടാവില്ല. ഞാനിത് മടക്കി വെച്ചാലാണ് നമുക്ക് ഒരു വലിയൊരു സ്പേസ് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലും ഒരു ഡിഫൻഡർ എന്നുള്ളൊരു ഇത് നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് സാധനങ്ങൾക്ക് വെക്കാൻ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ എക്സ്റ്റീരിയറിലെ വിശേഷങ്ങളൊക്കെ. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മോഡലാണ് ഡിഫൻഡർ. ഇതും ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന പ്രീഡിസസറായിട്ടുള്ള മോഡലും അത് നമ്മുടെ ദുൽഖർ സൽമാൻ അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. സോ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസ്, ലെതർ ഫിനിഷാണ്. ആൻഡ് ഇവിടേക്ക് ഒരുപാട് നമ്മുടെ സീറ്റിങ്ങിൻ്റേതാണ് തോന്നുന്നു. 3 ലെവലിൽ നമുക്ക് സീറ്റ് സെറ്റ് ചെയ്തൊക്കെ സേവ് ചെയ്ത് വെക്കാം. അതിലും ചെറിയൊരു ലൈറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് മെറിഡിയൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. സ്പീക്കർ ടീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളതാണ് നൽകിയിട്ടുള്ളത്. ഇനി ഇത് മിറർ കൺട്രോളിങ്ങിൻ്റെ ആണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഡോറാണ്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒക്കെ കാണാം. അത്യാവശ്യം അതിലും ചെറിയൊരു എലമെൻറ്റ് ഒരു ലെതർ ഫിനിഷാണെന്ന് തോന്നുന്നു കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുള്ളത്. സോ ഇതാണ് ഡിഫൻഡർ. പിന്നെ അതോടെ നമുക്ക് ആ ഡിഫൻഡറിൻ്റെ ഒരു 3D ഫോട്ടോസ് കാണാം. 3D അല്ല, ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു ഫോട്ടോസ് നമുക്ക് കാണാം. ആൻഡ് ഇതാണ് ഡിഫൻഡറിൻ്റെ സ്റ്റിയറിംഗ് വീൽ. ചെറിയ കൺട്രോളുകളും കാര്യങ്ങളും മാത്രമേ നമുക്കിതിലുള്ളൂ. ആൻഡ് ഇവിടുത്തെ AC വെൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അവിടെയൊക്കെ AC വെൻസ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് AC വെൻസ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഒരു 10 ഇഞ്ചിൻ്റെ ടച്ചോട് കൂടിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ നൽകിയിട്ടുണ്ട്. ടച്ച് ചെയ്താണ്ട് മാറ്റാനുള്ളതാണ്.
ആൻഡ് ഇതും ഒരു 10 ഇഞ്ചിനേക്കാൾ വലുപ്പമുള്ളൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. പല രീതിയിൽ നമുക്കത് കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. അതെല്ലാം നമുക്കതിൽ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഇവിടെയൊക്കെ ഒരുപാട് ഏരിയാസ് ഉള്ളിലുണ്ട്, പല കാര്യങ്ങളും എടുത്തു വെക്കാം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പിൻ്റെ ഇതുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ഗിയർ നോബ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് പല കൺട്രോളിങ് ചെയ്യാം. ആൻഡ് നമ്മുടെ ഇത് AC യുടെ കൺട്രോളാണ്. ആൻഡ് ഇവിടെ നമ്മുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ പല രീതിയിൽ എല്ലാം കൺട്രോൾ ചെയ്യാതെ അതിൻ്റെ റോക്ക് മോഡ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്സ്, ഒരു ടൈപ്പ് സി, ഒരു നാനോ സിം, ഒരു USB നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതെന്താണ് ലയൺ എന്തോ ഒരു സംഭവം എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു കോൾഡ് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്, ഹോട്ട് ആൻഡ് കോൾഡ് ആക്കാം. അതിനുള്ള ഒരു ചെറിയൊരു റെഫ്രിജറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ടൈപ്പ് സി പ്ലോട്ട് നൽകിയിട്ടുണ്ട്. ആൻഡ് അതിൽ ഡിഫൻഡർ എന്നൊരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ബോക്സാണ്, ഗ്ലോ ബോക്സ് ആണുള്ളത്. ആൻഡ് ആ സൈഡിലും അതുപോലെ തന്നെയാണ്. ആൻഡ് ഇവിടെ ഇതാണ് മറ്റൊരു പ്രത്യേകത. ഇത് ആക്ച്വലി ക്യാമറയാണ് ബാക്കിലെ. ആൻഡ് ഷാർക്ക് വിനാനിയിലാണ് നമുക്ക് ഈ ഒരു ക്യാമറ കാണുന്നത്. അതിലെ വിഷ്വൽസ് ആണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് പനോറമിക് സൺറൂഫ് ആണ്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു ഗ്ലാസ് വെക്കാനുള്ളൊരു ഏരിയ നൽകിയിട്ടുണ്ട്. ആൻഡ് യെസ്, അതിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ. ആ സൈഡിലും യെസ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മളെ ഡിഫൻഡറിൻ്റെ ഇൻറ്റീരിയറിലെ ഫ്രണ്ടിലെ കാഴ്ചകൾ. ആൻഡ് ഇനി റിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇനി ബാക്ക് സൈഡിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ആൻഡ് ഇവിടെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ചെറിയൊരു വുഡ് ഫിനിഷ് നൽകിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അതിനിവിടെ നമുക്ക് മിററിൻ്റെ ഇത് നൽകിയിട്ടുള്ളത്. ഞാനിവിടെ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു സ്പീക്കർ നൽകിയിട്ടുണ്ട്, ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഒരു സോക്കറ്റ്, USB സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ അല്ല, അതൊന്ന് കൊളുത്തിയിടാനുള്ളതാണ്, ചെറിയൊരു പോക്കറ്റാണ്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിവിടെ, രണ്ടിവിടെ, പിന്നെ ഒരു USB, വീണ്ടും ഒരു USB. നമ്മളെ ക്ലൈമറ്റ് കൺട്രോളാണ്. ഇവിടെയാണ് AC വെൻസ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ സെൻട്രൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. 2 കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ആക്ച്വലി ഇത് 3 പേർക്ക് ഇരിക്കാൻ സുഖമായിട്ട്, ഞാനിപ്പോൾ ഇരുന്നിട്ട് പോലും എത്രത്തോളം ഗ്യാപ്പ് എനിക്ക് ഇവിടെ ഉണ്ട്. ഇനി സെൻട്രലിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഗ്യാപ്പ് ഉണ്ട്. ആക്ച്വലി നമുക്ക് 4 പേർക്ക് വേണമെങ്കിൽ കൂളായിട്ട് ബാക്കിൽ ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോ ഇതാണ് ഫ്രണ്ടിലെ ആ ഒരു വ്യൂ. ആൻഡ് ഇത് നമ്മുടെ 3rd റോ സീറ്റിലേക്കുള്ളതാണ്. പക്ഷെ അത് കൂടുതൽ പ്രശ്നമുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ബാക്കിലേക്ക് ഇരിക്കുന്നില്ല. 3rd റോ അത്രത്തോളം കംഫർട്ടബിൾ ആയിക്കൊള്ളണം എന്നില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫൻഡറിൻ്റെ റിയറിലെ വിശേഷങ്ങൾ. ഈ ഒരു P90യുടെ വീൽ ബേസ് വരുന്നത് 2.58 മീറ്ററാണ്. അതായത് P90ക്ക്. P110നും 130ക്കും അത് 3 മീറ്ററാണ്. അതായത് അത്രത്തോളം വീൽ ബേസ് ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഇത് എടുത്തില്ലാന്ന് തോന്നുന്നു. നമ്മൾ കൂടുതൽ നേരം നിൽക്കുന്നില്ല. ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എൻജിൻ ബേ ഒന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്.
ആക്ച്വലി ഈ ഒരു വാഹനം ഒരു 3 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അതായത് P400 ഒരു 3 ലിറ്റർ സ്ട്രൈറ്റ് സിക്സ് എഞ്ചിനാണ്. നമുക്ക് കാണാം 1 2 3 4 5 6 സ്ട്രൈറ്റ് സിക്സ് ആണ്. സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പവർ വരുന്നത് 395 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 550 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ്. ആൻഡ് പല ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. 2 ലിറ്റർ വരുന്നുണ്ട്, പിന്നെ 3 ലിറ്ററിൽ വരുന്നുണ്ട്, പിന്നെ V8 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വേരിയൻസിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് നടക്കാം. സൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫൻഡർ. അങ്ങനെ ഒരുപാട് വേരിയൻസിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. എസ് വരുന്നുണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, XE, അതുപോലെ തന്നെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത് നിൽക്കുന്ന HSE, പിന്നെ V8, അങ്ങനെ സ്പെഷ്യൽ എഡിഷൻസ്, അങ്ങനെ ഒരുപാട് മോഡൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. സോ ഓൺലി വി മീറ്റ് അഗൈൻ. ബൈ ബൈ.